നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിഷ്ണു, സഭയിൽ ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരമടക്കം ചർച്ചയാകുന്നു. വിവരങ്ങൾ. വൃന്ദ, ഏതായാലും താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. രമേശ് ചെന്നിത്തലയാണ് നോട്ടീസ് നൽകിയത്. ഏതായാലും സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും അക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച ചർച്ചയുണ്ടായിരുന്ന ആവശ്യം ഈ ആവശ്യം വളരെ പ്രാധാന്യമുള്ളതാണെന്നും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ലായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറുപടി നൽകിയ മുഖ്യമന്ത്രി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനായി സഭ നിർത്തിവെക്കാമെന്ന അറിയിപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഉത്തരവ് പറഞ്ഞത്. 12 മണിയോടെ തന്നെ ചർച്ച ആരംഭിക്കും. ഈ അക്രമങ്ങളുടെ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമാണ് മറ്റു നടപടിയിലേക്ക് കടക്കുന്നത്, സഭാ നടപടികൾ. ഏതായാലും 12 മുതൽ 2 മണി വരെയാണ് ചർച്ചയുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലിനായി സഭ മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധ ക്ഷണിക്കലിന് സംസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന ആശാ വർക്കർമാരുടെ ആവശ്യമാണ് പ്രധാനമായും ചർച്ചയായത്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ പോലും ഇത് കേന്ദ്ര സർക്കാരിന് കൂടി ബാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശാന്താകുമാരി ഈ ശ്രദ്ധ ക്ഷണിക്കലിന് ചോദ്യം ഉന്നയിച്ചത്. ഏതായാലും മന്ത്രി വീണ ജോർജ് ഇതിന് മറുപടി നൽകിയത് ആശമാർ സന്നദ്ധ പ്രവർത്തകരുടെ സ്കീമിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരെ തൊഴിലാളികളാക്കി മാറ്റണം, തൊഴിലാളികളുടെ സ്കീമിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം അതിനോട് ഒത്തുനിൽക്കുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സന്നദ്ധ പ്രവർത്തകരല്ലാതെ തൊഴിലാളികളുടെ വകുപ്പിൽ അവരെ ഉൾപ്പെടുത്താമെന്നുള്ള താല്പര്യം അത് കേന്ദ്രത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മന്ത്രി അതോടൊപ്പം ഈ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണയാണ് പരത്തുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഇൻസെന്റീവ് അടക്കം കൂടുതൽ നൽകുന്നത് കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത്. 90% ആശമാർക്കും 10,000 മുതൽ 13,500 രൂപ വരെയാണ് മാസം ലഭിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ മന്ത്രി പറയുന്നത് ആശമാർക്ക് നൽകേണ്ടിയിരുന്ന 100 കോടി രൂപ കണക്കിൽ പറയുമ്പോൾ പോലും കേന്ദ്രം അതിൽ 1 രൂപ കൂടി നൽകിയിട്ടില്ല. തുടർച്ചയായുള്ള ആവശ്യം ഉന്നയിച്ചിട്ടും കേന്ദ്രം വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലപ്പോഴും ഇത് കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ട രീതിയിലാണ് ഇപ്പോൾ മന്ത്രി മറുപടി നൽകിയിട്ടുള്ളത്. ഏതായാലും ആശമാരുടെ പ്രതിഷേധവുമെല്ലാം അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 22 ദിവസം പിന്നിടുകയാണ്. ആശമാരുടെ പ്രതിഷേധം തുടരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നു. അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ പരത്തുന്നു എന്നാണ് ഇപ്പോൾ നൽകുന്ന മറുപടി. ഏതായാലും ഇനി ഇക്കാര്യങ്ങൾ സഭ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രതിഷേധവും മുന്നോട്ട് പോകും. അതേസമയം തന്നെ 12 മണിയോടെ നിയമസഭയ്ക്കുള്ളിൽ ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യും. ശരി വിഷ്ണു.